ആദ്യത്തെ ടൈപ്പ് സെക്സ് ഡിറ്റർമിനേഷൻ എക്സ് വൈ ടൈപ്പ് സെക്സ് ഡിറ്റർമിനേഷൻ. എക്സ് വൈ ടൈപ്പിൽ നമ്മൾ മനുഷ്യനിലും അതുപോലെ ഇൻസെക്റ്റുകളിലാണ് എക്സ് വൈ ടൈപ്പ് സെക്സ് ഡിറ്റർമിനേഷൻ വരുന്നത്. മാൻ ആൻഡ് ഇൻസെക്ട് ലൈക്ക് ഡ്രോസോഫില്ലയിലും മനുഷ്യനിലൊക്കെ എക്സ് വൈ ടൈപ്പ് സെക്സ് ഡിറ്റർമിനേഷൻ ആണ്. അവിടെ മെയില് 2 ടൈപ്പ് ഗാമറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഹെറ്ററോഗാമറ്റിക് എന്ന് പറയും. എക്സ് വൈ ടൈപ്പ് 2 ടൈപ്പ് ഗാമറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഹെറ്ററോഗാമറ്റിക് എന്ന് പറഞ്ഞു. സോ അതിൻ്റെ ക്രോമസോമുകൾ, ഇത് ഫീമെയിൽ, ഇത് മെയിൽ. സോ ക്രോമസോമുകളുടെ അവർക്ക് 6 ഓട്ടോസോംസ് ആണുള്ളത്. 6 ഓട്ടോസോംസ് ആൻഡ് 1 പെയർ ഓഫ് സെക്സ് ക്രോമസോം. സോ നമ്മുടെ ഫീമെയിൽ ആണെങ്കിൽ അവരുടെ 6 ഓട്ടോസോംസ് പ്ലസ് XX അവരുടെ സെക്സ് ക്രോമസോം ഫീമെയിലിന്. അതേസമയം മെയിലിനാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ 6 ഓട്ടോസോംസും അതുപോലെ തന്നെ 2 ടൈപ്പ് സെക്സ് ക്രോമസോം, എക്സ് ആൻഡ് വൈ ടൈപ്പ് സെക്സ് ക്രോമസോം. മെയിൽ എക്സ് ആൻഡ് വൈ, ഫീമെയിൽ ആണെന്നുണ്ടെങ്കിൽ എക്സ് ആൻഡ് എക്സ്. ഈ എ എന്നുള്ളത് ഓട്ടോസോംസ് ആണ്. നമ്മൾ 2 ടൈപ്പ് ക്രോമസോംസ് ഉണ്ടെന്ന് പറഞ്ഞു. സെക്സ് ഡിറ്റർമിൻ ചെയ്യാത്ത ക്രോമസോമുകളാണ് ഓട്ടോസോംസ്. സെക്സിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ക്രോമസോമാണ് നമ്മുടെ സെക്സ് ക്രോമസോം അഥവാ എല്ലോസോംസ്. സോ ഫീമെയിൽ XX ആൻഡ് മെയിൽ XY. ഇനി ഈ ക്രോമസോമുകൾ ഗാമറ്റ് ഫോർമേഷൻ സമയത്ത് നമുക്കറിയാം അതിൻ്റെ ഹാപ്ലോയിഡ് കണ്ടൻ്റ് ആവുമെന്ന് അറിയാം. സോ ഇതിൻ്റെ ഹാപ്ലോയിഡ് കണ്ടൻ്റ് ആയിട്ട് ഇവിടെ കാണിക്കുന്നു 3A. 6A എന്നുള്ളത് 3A. അതുപോലെ ഇതിനെ ഇൻഡിവിജ്വലായിട്ട് ഓരോന്നും ഓരോ ഗാമറ്റായിട്ട് വരികയാണ്. സോ ഇതിലെ ഈ ഓട്ടോസോംസും പ്ലസ് ഇതിൽ നിന്ന് ഒരു ക്രോമസോമാണ്. അപ്പോൾ നമുക്ക് വീണ്ടും എടുത്ത് എഴുതാം 3A+X ആൻഡ് 3A+X. നമ്മൾ ഒരെണ്ണം മാത്രമേ കാണിക്കുന്നുള്ളൂ. കാരണം ഫീമെയിലിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് ഒരു എക്സ് ക്രോമസോം മാത്രമേ ഉള്ളൂ. ബിക്കോസ് ഏത് വന്നാലും എക്സ് തന്നെയാണ് വരാൻ സാധ്യതയുള്ളൂ. സോ 3 ഓട്ടോസോംസ് പ്ലസ് ഒരു ഗാമറ്റായിട്ട് നമ്മൾ എക്സ് ക്രോമസോം. ഇനി വീണ്ടും നമുക്ക് വേണമെങ്കിൽ 3A+X എന്ന് എഴുതാം. പക്ഷേ ഇവിടെ ഒരെണ്ണേ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്ത് കാണിക്കുന്നുള്ളൂ. സോ ഫീമെയിലിന് ഒരു ഗാമറ്റ് ഓട്ടോസോം. അതേപോലെ മെയിലിന് പക്ഷേ 2 ഗാമറ്റുകളുണ്ട്. മെയിൽ 2 ടൈപ്പ് ഗാമറ്റുകൾ എക്സും വൈ ടൈപ്പ് ഗാമറ്റുകളെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. സോ നമ്മൾ എടുത്തെടുത്ത് എഴുതും 3A+X അതുപോലെ 3A+Y, 3A+X ക്രോമസോം ആൻഡ് 3 ഓട്ടോസോംസ് പ്ലസ് സെക്സ് ക്രോമസോം, ഓട്ടോസോംസ് സെക്സ് ക്രോമസോം. അത് എക്സ് എന്ന് പറഞ്ഞ സെക്സ് ക്രോമസോം, വൈ എന്ന് പറഞ്ഞ സെക്സ് ക്രോമസോം. ഇനി ഈ ഗാമറ്റുകൾ ഫെർട്ടിലൈസേഷൻ സമയത്ത് എന്താണ് മെയിൽ ഫീമെയിലായിട്ട് മാറണം. നമ്മൾ പറഞ്ഞു സെക്സ് ഡിറ്റർമിൻ ചെയ്യുന്നത് ഈ ഗാമറ്റുകൾ ഫെർട്ടിലൈസ് ചെയ്യുമ്പോഴാണ്. സോ ഈ ഗാമറ്റുകൾ ഫെർട്ടിലൈസ് ചെയ്യാണ് നിൽക്കുക. സോ ഈ ഓട്ടോസോംസും ഈ പറഞ്ഞ ഫീമെയിലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന എക്സ് ക്രോമസോമും നമ്മുടെ മെയിലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന എക്സ് ക്രോമസോമുമായിട്ട് ഫെർട്ടിലൈസ് ചെയ്തു. അപ്പോൾ എന്ത് സംഭവിച്ചു? 6A, ഈ 3+3 6A ക്രോമസോം കണ്ടീഷൻ റീഗെയിൻ ചെയ്തു. അതുപോലെ ഈ എക്സ് ക്രോമസോമും ഈ എക്സ് ക്രോമസോമും കൂടി കമ്പൈൻ ചെയ്തു. XX എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി എന്താണെന്നറിയാം, അത് ഫീമെയിലാണ്. അതേപോലെ ഈ പറഞ്ഞ എക്സ് ക്രോമസോം വീണ്ടും മെയിലിനെ വൈ ക്രോമസോമായിട്ട് കമ്പൈൻ ചെയ്യാൻ നിൽക്കുക. ഈ എക്സ് ക്രോമസോം വൈ ക്രോമസോമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ 3 ഓട്ടോസോംസ് ക്രോമസോം നമ്പർ വീണ്ടും റീഗെയിൻ ചെയ്തു 6A ആയിട്ട് മാറി. അതുപോലെ ഈ എക്സ് ക്രോമസോമും ഈ വൈ ക്രോമസോമും കൂടി ചേർന്ന് XY ക്രോമസോമായിട്ട് മാറി. സോ XY ക്രോമസോം എന്താണ്? മെയിലാണ്. സോ 50% മെയിലും 50% ഫീമെയിലാണ്. സോ ഇതിൽ നമുക്ക് കാണാം 50% ഫീമെയിൽ ആവാനും 50% മെയിൽ ആവാനുള്ള സാധ്യതയുണ്ട്. സോ എങ്ങനെയാണ് സെക്സ് ഡിറ്റർമിൻ ചെയ്യണേ? മെയിലിൽ നിന്ന് വരണ ക്രോമസോം ഏതാണോ, സോ മെയിൽ പ്രൊഡ്യൂസ് ചെയ്യണ ഗാമറ്റ് എക്സ് ഗാമറ്റ് ആണോ വൈ ഗാമറ്റ് ആണോ വരുന്നത്. സോ മെയിലിൽ നിന്ന് വരുന്ന ഗാമറ്റ് എക്സ് ക്രോമസോമാണോ ഈ പറഞ്ഞ എഗ്ഗിനെ ഫെർട്ടിലൈസ് ചെയ്യണേ. സോ ഫീമെയിലിൻ്റെ എഗ്ഗിനെ മെയിലിൽ നിന്ന് വരണ എക്സ് ആണ് ഫെർട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഫീമെയിലായിട്ട് വരുന്നു. മെയിലിൽ നിന്ന് വരണ വൈ ഗാമറ്റാണ് ഫീമെയിലിൻ്റെ എഗ്ഗിനെ ഫെർട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എന്തായിട്ട് മാറുന്നു? മെയിലായിട്ട് മാറുന്നു. സോ ഫീമെയിലിന് വേറൊരു റോളും ഇല്ല. മെയിലിലെ ആ എക്സ് ആണോ വൈ ആണോ ആ ഗാമറ്റ്, ഏത് ഗാമറ്റാണ് എക്സ് ഗാമറ്റാണോ വൈ ഗാമറ്റാണോ വരുന്നത്, ഈ പറഞ്ഞ ഫീമെയിലിൻ്റെ എഗ്ഗുമായിട്ട് ഫെർട്ടിലൈസ് ചെയ്യാൻ അതിനനുസരിച്ച് അത് ഫീമെയിലോ മെയിലോ ആയിട്ട് മാറും. എക്സ് ആണ് വരുന്നുണ്ടെങ്കിൽ അത് ഫീമെയിലായിട്ട് വരുന്നു. വൈ ഗാമറ്റാണ് എഗ്ഗിനെ ഫെർട്ടിലൈസ് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ അത് മെയിലായിട്ട് മാറുന്നു. സോ 50% ഫീമെയിൽ 50% മെയിൽ. ഇതാണ് XY ടൈപ്പ് ഓഫ് സെക്സ് ഡിറ്റർമിനേഷൻ. അത് നമുക്ക് മനുഷ്യരിലും ഇൻസെക്റ്റുകളിലും കാണാൻ പറ്റും.